നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. താരസംഘടനയായ അമ്മയുടെ 31ാമത് വാർഷിക പൊതുയോഗം അവസാനിക്കുന്നു. അവസാന ഘട്ടത്തിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷക റൂമിലേക്ക് എത്തുന്നത്. നിലവിലുള്ള താരസംഘടന അഡോപ്റ്റ് കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി 3 മാസം തുടരും. അത് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള താരസംഘടന 3 മാസം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 3 മാസത്തിന് ശേഷം മറ്റൊരു ഇലക്ഷൻ പ്രഖ്യാപനം നടന്നിരിക്കുന്നു. കാരണം നിലവിലെ സാഹചര്യത്തിൽ ബൈലോ പ്രകാരം ഇനി 3 മാസം കൂടെ തുടരണമെന്ന് ഇന്ന് ചേർന്ന ജനറൽ ബോഡിയിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ജനറൽ ബോഡിയിൽ ഇന്ന് തന്നെ ഇലക്ഷനുള്ള ഘട്ടത്തിലേക്ക് പോയി. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ നിയമം എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് ജനറൽ ബോഡി ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നു. 3 മാസം മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള അഡോക് കമ്മിറ്റി തുടരും. അതിനുശേഷം 3 മാസത്തിന് ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എല്ലാവരും അറിയേണ്ട ഒരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി താരസംഘടനയുടെ അഡോക് കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ച് താരസംഘടന മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷക റൂമിലേക്ക് എത്തിക്കുന്നത്. താരസംഘടന അമ്മയുടെ അഡോക് കമ്മിറ്റി 3 മാസം, താൽക്കാലിക ചുമതലയുള്ള കമ്മിറ്റി 3 മാസം മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ തുടരുകയും 3 മാസത്തിന് ശേഷം പുതിയ ഒരു ഇലക്ഷൻ, ആ ഇലക്ഷൻ പ്രക്രിയയ്ക്കുള്ള സമയമാണ് 3 മാസം. അടുത്ത് തന്നെ അഡോക് കമ്മിറ്റി ചേർന്നിട്ട്, നിലവിലെ താൽക്കാലിക കമ്മിറ്റി ചേർന്നിട്ട് ഡേറ്റ് തീരുമാനിക്കാനാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നത്. അത് മോഹൻലാൽ കൃത്യമായി പറഞ്ഞു. ഇനി 3 മാസത്തെ ചുമതല മാത്രമാണ് ഈ കമ്മിറ്റിക്കുള്ളത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നുകൊണ്ട് തന്നെ ഒരു ഡേറ്റ് തീരുമാനിക്കും. ആ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിന് ശേഷം ഇലക്ഷൻ എന്ന പ്രക്രിയയിലേക്ക് പോകുന്നു എന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ പ്രേക്ഷക റൂമിലേക്ക് എത്തിക്കുന്നത്.